ഇന്ന് കുറച്ച് ഓർക്കാപ്പുളി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയതാണ്. ഇതിന് നമ്മളെ നാട്ടിൽ ഓർക്കാപ്പുളി എന്നാണ് പേര് പറയുക. നിങ്ങളുടെ നാട്ടിൽ എന്താ അതിന് പേര് പറയാമെന്ന് അറിയില്ല, കമൻറ്റ് ചെയ്യുകൊണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഞാൻ അച്ചാറിടാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് വെച്ചിട്ട് കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഷേപ്പിലാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഞാനിത് വട്ടത്തിലാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തു. പിന്നെ ഇതാ ഒരു സവാളൻ്റെ ഒരു പകുതി കട്ട് ചെയ്തിട്ടുണ്ടേനും അതേക്ക് ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുത്തു. പിന്നെ ഇതാ 1 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി 1.5 സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പൊടിയുള്ള പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അപ്പോൾ പൊടിയുള്ള പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഓർക്കാപ്പുളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമുക്കിത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അടച്ചു വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ ഇതാ ഞാൻ അവിടെ കുറച്ച് തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ഒരു 3 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി അത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നല്ല ജീരകം 2 പച്ചമുളക് ഇട്ടിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അരപ്പൊക്കെ റെഡിയായി. അരപ്പ് റെഡിയായപ്പോൾ തന്നെ ഇതാ നമ്മളെ കറിയും വെന്തിട്ടുണ്ട്. അങ്ങനെ അത് അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തു. കറി വെന്ത അടുപ്പത്തു നിന്ന് വാങ്ങി വെച്ചതാ കടുക് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കാപ്പുളി ഒഴിച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് നല്ലൊരു ഒഴിച്ച് കറിയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ.